ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത 84-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഉയർപ്പിന് ശേഷമുള്ള 6-ാം ഞായറാഴ്ചയാണ് സഭ ആചരിക്കുക. കർത്താവായ യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളും അതേ തുടർന്നുള്ള സ്വർഗാരോഹണവും ആചരിച്ചതിനു ശേഷം യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ പിതാവാം ദൈവം പരിശുദ്ധാരൂപിയെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ചും ആ പരിശുദ്ധാത്മാവ് എപ്രകാരം സഭയിൽ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചും ഇന്നത്തെ വേദഭാഗത്തുകൂടി യേശു പഠിപ്പിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് സഭ തരുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനഭാഗമാണ്. ഈ വേദഭാഗത്ത് കർത്താവായ യേശു ഈ ലോകത്തിൽ നിന്നും തന്റെ മരണം വഴി കടന്നു പോകുമെന്നും തന്റെ അസാന്നിധ്യം ഇവിടെ ഒരു കുറവുണ്ടാക്കാതെ തന്റെ രൂപയിലൂടെ അത് നിറവേറ്റപ്പെടുമെന്നുമുള്ളത് കർത്താവ് ഉറപ്പാക്കി നമ്മോട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം ഭാഗമായ മഹത്വത്തിന്റെ പുസ്തകം കർത്താവായ യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ചുള്ള വിവരണവും അവിടുത്തെ മരണ ഉത്ഥാന രഹസ്യങ്ങളും ആണ് പരാമർശിക്കുക. അതിൽ 14-ഉം 16-ഉം അധ്യായങ്ങള് പരിശുദ്ധാത്മ ശാസ്ത്രം അവതരിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം 16-ാം അധ്യായത്തിൽ 5 മുതൽ 11 വരെയുള്ള വചനഭാഗം. ഈ ഭാഗത്തെ നമുക്ക് രണ്ടായി തിരിക്കുവാൻ സാധിക്കും. 5 മുതൽ 7 വരെയുള്ള വചനഭാഗവും 8 മുതൽ 11 വരെയുള്ള വചനഭാഗവും. 5 മുതൽ 7 വരെയുള്ള വചനഭാഗത്ത് യേശുവിന്റെ മരണവും അതുവഴി ഉണ്ടാകുന്ന ശാരീരികമായ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുന്നതാണ്. 8 മുതൽ 11 വരെയുള്ള വചനഭാഗമാകട്ടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വ്യക്തമാക്കുന്ന ഭാഗം. യേശുവിന്റെ മഹത്വീകരണം പരിശുദ്ധ ത്രിത്വത്തിന്റെ ബന്ധത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടും. യേശുവിനെ അയച്ച പിതാവിങ്കിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് അവിടുത്തെ മരണം. അവിടുന്ന് പോയാൽ മാത്രമാണ് സഹായകനായ പരിശുദ്ധാത്മാവ് യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന വണ്ണം വിശ്വാസ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. ത്രിത്വ ബന്ധമാണ് ഇവിടത്തെ ആദ്യത്തെ പ്രതിപാദ്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം എന്ന്. വചനവും പിതാവും തമ്മിലുള്ള ബന്ധം, പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം, അത് വീണ്ടും 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പുത്രനായ യേശു പിതാവുമായുള്ള ഗാഢബന്ധത്തിലാണ്. അതുപോലെ തന്നെ അരൂപിയാൽ നിറയുന്ന ഒരു യേശുവിനെയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുക. കർത്താവായ യേശുവിൽ ഇറങ്ങി ആവസിച്ച് നിലനിൽക്കുന്ന ഒരു അരൂപി തന്റെ ജ്ഞാനസ്നാന പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ സത്യത്തിലും ആത്മാവിനുമുള്ള ദൈവാരാധനയെ കുറിച്ച് നമ്മൾ ഈ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിൽ കാണുന്നു. ജലത്താലും ആത്മാവിനുമായുള്ള പുനർജനനത്തെക്കുറിച്ച്, ഒരു ഉന്നതത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് നിക്കോദേമസുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിശ്വാസികളിൽ അനിവാര്യമാണെന്നും ആ പ്രവർത്തനം വിശ്വാസികളിൽ ദൈവത്തിന്റെ വലിയ വാഗ്ദാനമനുസരിച്ച് നടക്കുമെന്നും 14-ഉം 16-ഉം അധ്യായത്തിലൂടെ യേശു തമ്പുരാൻ വ്യക്തമാക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിലൂടെ. പിതാവ് പുത്രനിലൂടെ ഈ ലോകത്തിൽ അവതരിച്ചു. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്
പിതാവ് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് പുത്രൻ ചെയ്യുന്നത് എന്നുള്ള ആശയം അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ പുത്രൻ ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷനാകുമ്പോൾ തന്റെ പ്രവർത്തനങ്ങൾ, ദൈവികമായ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ തുടരുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് ഹിതമാകുന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോകുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല യേശു പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് മൂലം നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാണ്. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. കർത്താവായ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അരൂപി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടും. കാരണം സഭ ഇന്ന് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. കർത്താവായ യേശു കുരിശിൽ തന്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ തന്റെ ആത്മാവിനെ അരൂപിയെ സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിന്റെ രക്ഷാകരമായ മരണത്തെ അവതരിപ്പിക്കുന്നു. ആ സമയം മുതൽ പരിശുദ്ധാത്മ യുഗം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നാം കണ്ടു, വിശുദ്ധ യോഹന്നാന്റെ കാഴ്ചപ്പാടില് നമ്മൾ ഒരിക്കലും പെന്തിക്കോസ്തിക്ക് വേണ്ടി ദീർഘസമയം കാത്തിരിക്കേണ്ട, കർത്താവ് ഉയർത്തുന്ന ദിവസം തന്നെ തന്റെ അരൂപിയെ ശിഷ്യന്മാരിലേക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. ഇപ്രകാരം യേശുവിന്റെ പ്രത്യേകമായ സാന്നിധ്യം ഒരിക്കലും ഒരു കുറവായി വിടവായി വിശ്വാസികളുടെ നിലനിൽക്കാതെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവിടുന്ന് അത് തികവിലേക്ക് കൊണ്ടുവരും. ഞാൻ പോകുന്നതില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. സഹായകൻ എന്ന വാക്ക് ആണ് നാം ഇവിടെ കാണുക. ഗ്രീക്ക് വാക്കായി ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന പാരക്ലേത്തോസ് എന്നാണ് പരിശുദ്ധാത്മാവിനെ സുവിശേഷകൻ ഇവിടെ വിശേഷിപ്പിക്കുക. ഈ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നൗമ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ദൈവാത്മാവിനെ അവതരിപ്പിക്കുമ്പോൾ 14, 15, 16 അധ്യായങ്ങളില് സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുവാൻ പാരക്ലേത്തോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പാരക്ലേത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം സഹായകൻ എന്ന്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ഒരു വക്കീല് എന്ന പേരിൽ പോലും സഹായകൻ എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് വിശ്വാസിക്ക് സഹായമായി വരുന്നവരാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:16 യേശു പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് തരുന്ന സഹായകൻ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുക. 16 അധ്യായം 7 തിരുവചനത്തില് നാം ഇപ്പോൾ വായിച്ചു കേട്ടു, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അത് പുത്രൻ അയക്കുന്ന രൂപി എന്ന രീതിയിലാണ്. 15 അധ്യായം 26 തിരുവചനത്തിൽ വീണ്ടും നാം വായിക്കുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ്. ഇവിടെ പിതാവാണോ അതെയോ പുത്രനാണോ പരിശുദ്ധാരൂപിയെ അയച്ചത് എന്നുള്ളത് നമുക്ക് സംശയമായി തോന്നും. വിശുദ്ധ യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യവും അവരുടെ പ്രവർത്തന ഐക്യവും എല്ലാം ഒന്നാണ് എന്ന രീതിയിൽ നാം സമീപിക്കുമ്പോൾ പിതാവ് അയക്കുന്നത് പുത്രനിലൂടെയാണ്, പുത്രൻ അയക്കുന്നതായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വലിയ അരൂപിയുടെ ദാനമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ ചെല്ലുന്നുണ്ട്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതാണ്.
പരിശുദ്ധാത്മാവിന്റെ ഉറവിടം പിതാവാണ്. അത് പുത്രൻ, സത്തയിൽ ഒന്നായിരിക്കുന്ന പുത്രനിലൂടെ കടന്നു വരുന്ന ഒന്നാണ്. പാരക്ലീത്ത എന്നുള്ള വാക്ക് വിശുദ്ധ യോഹന്നാൻ 5 പ്രാവശ്യം ഉപയോഗിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 14:16, 14:26, 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ, 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം 5 സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പാരക്ലീത്ത അല്ലെങ്കിൽ സഹായകൻ എന്ന പേരിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ വാച്യാർത്ഥം നാം പരിശോധിക്കുമ്പോൾ 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് പാരക്ലീത്ത എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. പാരാക്ലേത്തോസ്, the one who is called near, സമീപത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ, അടുത്തായിരിക്കുന്നവൻ. നമ്മുടെ അടുത്തായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അതിനുള്ള തർജ്ജമകൾ വ്യത്യസ്തമാണ്. ആശ്വാസദായകൻ, മധ്യസ്ഥൻ, സഹായകൻ, വാദിക്കുന്നവൻ എന്നൊക്കെയുള്ള രീതിയിൽ വിവിധ വ്യത്യസ്തമായ തർജ്ജമകൾ നമുക്ക് കാണാൻ പറ്റും. യേശുവിന്റെ പകരം ഈ ലോകത്തിൽ ആയിരിക്കുന്നവൻ, യേശുവിന്റെ ദൗത്യം തന്നെ നിർവഹിക്കുന്നവൻ എന്ന രീതിയിൽ സഭാപിതാവായ തെർത്തുല്യൻ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് വികാരിയൂസ് ക്രിസ്റ്റി എന്നാണ്. ക്രിസ്തുവിന്റെ വികാരി, പകരക്കാരൻ. ക്രിസ്തുവിന്റെ പകരമായി വിശ്വാസികൾക്ക് വേണ്ടി പിതാവ് അയക്കുന്ന സഹായകൻ. അതുകൊണ്ടാണ് പാരക്ലേത്തോസ് അല്ലെങ്കിൽ സഹായകൻ, അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുക. ഗ്രീക്കിൽ ഇതിന് ഒരു നൈയാമികമായ അർത്ഥമുണ്ട്, ഒരു ജൂറിഡിക്കൽ മീനിങ്. കാരണം വിശ്വാസികൾക്ക് വേണ്ടി വാദിക്കുന്നവൻ, അഡ്വക്കേറ്റ്, അത് പ്ലീഡർ, ഹെൽപ്പർ എന്നുള്ള അർത്ഥത്തിൽ. വിശ്വാസികൾക്ക് മാത്രമേ സഹായകനായി പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കപ്പെടുന്നു. വിശ്വാസികളുടെ സമൂഹവുമായിട്ടുള്ള സംവാദമാണ് കർത്താവായ യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലുള്ളത്. അവർക്ക് സഹായകനായി അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് മാത്രമാണ് സഹായകൻ, പാരക്ലേത്തോസ് എന്ന പേരിൽ അനുഭവവേദ്യമാകുക. അതുവരെ ദൈവത്തിന്റെ അരൂപി എന്ന രീതിയിൽ നൗമ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇവിടെ നാം പരിശുദ്ധാത്മാവിന്റെ 2-ാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് യേശു പറയുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക? 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ നാം വിശകലനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ടീച്ചിങ് ആൻഡ് റിമൈൻഡിങ്, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ പ്രവർത്തനം. 14:26 യോഹന്നാൻ 16:12 മുതൽ 15 വരെയുള്ള വചനഭാഗത്ത് ഇപ്രകാരം പഠിപ്പിക്കുന്ന ഒരു അരൂപിയെ അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നവരാണ്, വിറ്റ്നസിംഗ് റോളാണ്. യോഹന്നാൻ 15:26 ഈ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. 3-ാമത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൺവിൻസിങ് ഓർ അക്യൂസിങ് ദ വേൾഡ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, അവരെ വിധിക്കുന്നു. 16:8 ഇന്നത്തെ വേദഭാഗത്ത് നാം അതാണ് പ്രധാനമായും കാണുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ത്രിവിധമായ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുക, സാക്ഷ്യം നൽകുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ബോധ്യപ്പെടുത്തുന്ന രൂപിയുടെ പ്രവർത്തനത്തെ നമ്മുടെ ഈ സുവിശേഷം അവതരിപ്പിക്കുന്നു. 3 കാര്യത്തിലാണ് ലോകത്തെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുക. 1 പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരുന്നു, നീതിബോധം തരുന്നു, ന്യായവിധിയുടെ നീതി അല്ലെങ്കിൽ ന്യായം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു മനുഷ്യൻ പാപം ബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയിലാണ് അത് ആരംഭിക്കുക. അതുകൊണ്ട് ദൈവാരൂപിയുടെ പ്രവർത്തന മേഖലയാണ് ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി. പാപം എന്നുള്ളത് യോഹന്നാനെ സംബന്ധിച്ച് പറയുമ്പോൾ
അവിശ്വാസം എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഒരു പാപമേ ഉള്ളൂ, കർത്താവായ യേശുവിലുള്ള വിശ്വാസരാഹിത്യം. അങ്ങനെ വിശ്വാസമില്ലാത്ത സമൂഹത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നവനാണ് അരൂപി. വീണ്ടും നീതിയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ അവിടെ പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും. 3, ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. നീതിയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയിരിക്കുന്ന പുത്രൻ ഇനി കാണുകയില്ലാത്തൊരവസ്ഥ, കർത്താവിന്റെ ശാരീരികമായ സാന്നിധ്യം, അവിടെ നീതിയുടെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് പാപത്തെ തോൽപ്പിച്ച് നീതിമാനായി മാറിയ യേശുവിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നീതിയെക്കുറിച്ചുള്ളൊരു ബോധ്യപ്പെടുത്തലാണ്. 3, ന്യായവിധിയെക്കുറിച്ച് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ. യോഹന്നാൻ 12:31 ഇപ്രകാരം കാണുന്നു, കർത്താവ് ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുന്നവർ അരൂപിയെ അവതരിപ്പിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരിയായ യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ന്യായവിധിയിലുള്ള അനീതിയാണ്. കർത്താവായ യേശു കൊല്ലപ്പെടുവാനുള്ള പാപം ചെയ്തില്ല എങ്കിലും അവിടത്തേക്ക് മരണശിക്ഷ വിധിച്ചു. അവിടത്തെ കൊല്ലണം, ബറാബാസിനെ വിട്ടുതരണമെന്ന് ആക്രോശിക്കുന്ന ജനതയുടെ മനോഭാവം, അത് നീതി ഇല്ലാത്ത ഒരു ന്യായവിധിയെക്കുറിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. ന്യായമല്ലാത്തൊരു വിധി യേശുവിനെ ഏറ്റുവാങ്ങേണ്ടി വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ ന്യായവിധിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുമെന്നാണ് പ്രത്യേകമായിട്ട് നാം ഇവിടെ വായിക്കുക. ലോകം അന്ധകാരത്തെ സ്നേഹിച്ചു, സ്നേഹമാകുന്ന യേശുവിനെ വെറുത്തു തള്ളിപ്പറഞ്ഞു. ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അരൂപി, അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ 3ാമത്തെ പ്രവർത്തനം. ഇപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിന്റെ 2ാം ഭാഗം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് ഈ ബോധ്യപ്പെടുത്തൽ അല്ലെങ്കിൽ വിധിക്കൽ നമ്മൾ കാണുകയാണ്. നീതിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, അതുപോലെ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് സഭയിലെ മക്കളായ നാം. ഒരു കുഞ്ഞ് മാമോദിസ വഴിയായിട്ട് പരിശുദ്ധാരൂപിയിൽ ജനിക്കുകയാണ്. ഈ അരൂപിയാൽ നയിക്കപ്പെടുന്ന വ്യക്തികളും ഈ അരൂപിയാൽ നയിക്കപ്പെടുന്ന സഭയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് അതിന് വിധേയമായി നാം ജീവിക്കുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളായി നാം മുന്നേറും. പെന്തക്കോസ്തി തിരുനാളിന് വേണ്ടി, പരിശുദ്ധാത്മ ആവാസത്തിന് വേണ്ടി സഭ ഒരുങ്ങുമ്പോൾ ആ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ആ രൂപിയെ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. കർത്താവായ യേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ അത് സാന്നിധ്യമായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ സാന്നിധ്യത്തിൽ വരുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഈ വിവിധ തലങ്ങളിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പെന്തക്കോസ്തിയുടെ തിരുനാളിന് വേണ്ടി വരുന്ന നമുക്ക് എല്ലാവിധ ദൈവാരൂപിയുടെ അനുഗ്രഹങ്ങളും ആവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ വാക്കുകൾ ചുരുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.